Hello dear students, welcome to Math Road. നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-year ഡിഗ്രി BSc മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മാട്രിക്സ് ആൾജിബ്രയിലെ എക്സസൈസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. Let T from R2 to R3 be a linear transformation such that T of x1, x2 equal to x1 minus 2x2 minus x1 plus 3x2 3x1 minus 2x2. Okay. R2 എന്നുള്ള വെക്ടർ സ്പേസിൽ നിന്ന് R3 എന്നുള്ള വെക്ടർ സ്പേസിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ T നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? T of x1 x2 equal to ഈ രൂപത്തിലാണ്. ഓക്കെ, എന്ന് പറയുമ്പോൾ R2 ഉള്ള ഒരു 2 ടപ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ R3 യിലുള്ള ഒരു 3 ടപ്പിളിലേക്ക് 3 ടപ്പിൾ എന്ന് പറയുമ്പോൾ ഒരു 3 കോർഡിനേറ്റ്സിലേക്ക് മാപ്പ് ചെയ്യും. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് x such that T of x equal to -149. ഓക്കെ, ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ ഇതാണ്. നമ്മൾ എന്ത് ചെയ്യുക? R3 യിലുള്ള -149 എന്ന പോയിന്റ് എടുക്കുക. ഓക്കെ, ഇതിലേക്ക് മാപ്പ് ചെയ്യുന്ന R2 യിലുള്ള ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ഏതാണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ആ പോയിന്റ് R2 ഉള്ള പോയിന്റ് ഒരു 2 ടപ്പിൾ ആയിരിക്കും, ഒരു ഓർഡേർഡ് പെയർ ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യുക? അതിനെ x1 x2 എന്ന് എടുക്കുക. നമുക്ക് അതിനൊരു പോയിന്റ് ആയതുകൊണ്ട് x എന്ന് പേര് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ x1 x2 എന്നുള്ള പോയിന്റിനെ ഈ തന്നിരിക്കുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യും? -149ലേക്ക് മാപ്പ് ചെയ്യും. അങ്ങനത്തെ R2 യിലുള്ള ഏതോ ഒരു പോയിന്റ്, നമുക്കറിയാത്ത ഒരു പോയിന്റ് ഉണ്ട് x1 x2, അല്ലെങ്കിൽ നമുക്കതിനെ x എന്ന പേര് കൊടുക്കാം. ആ x എന്നുള്ള R2 യിലുള്ള പോയിന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി അത് കണ്ടുപിടിക്കാനുള്ള നമ്മളെ ഫസ്റ്റ് മെത്തേഡ് ഇതാണ്. നമ്മൾ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ ഡെഫിനേഷൻ അവിടെ എഴുതുക. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. തന്നിരിക്കുന്ന x ന്റെ ഇമേജ് -149 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ 2 എന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ നോക്കൂ, ഈ x1 x2 എന്നുള്ളത് ആരാണ്? x ആണല്ലോ. എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മൾ T of x. ഓക്കെ, T of x എന്ന് പറയുമ്പോൾ T of x1 x2 നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ഇത് T of x എന്ന് പറയുമ്പോൾ T of x1 x2 equal to -149 ആവുന്ന ഒരു x ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കൂ, ഈ ഫസ്റ്റ് ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ് T of x ആണ്, സെക്കൻഡ് ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ് T of x ആണ്. രണ്ട് ഇക്വേഷന്റെയും ലെഫ്റ്റ് സൈഡ് സെയിം ആണെങ്കിൽ റൈറ്റ് സൈഡ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ റൈറ്റ് സൈഡിൽ ഇതാണ് ഫസ്റ്റ് എലമെന്റ്, അതും ഈ നമ്പറും ഈക്വൽ ആയിരിക്കണം. ഇതാണ് നമ്മുടെ സെക്കൻഡ് എലമെന്റ്, ഇതും ഈ രണ്ടാമത്തെ നമ്പറും ഈക്വൽ ആയിരിക്കണം. നമ്മുടെ തേർഡ് ഇതാണ്, ഇതും ഈ 9ഉം ഈക്വൽ ആയിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ദിസ് ഈക്വൽ ടു -1, ദിസ് ഈക്വൽ ടു 4, ദിസ് ഈക്വൽ ടു 9. അപ്പൊ നമുക്ക് 3 ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് 3 ഇക്വേഷൻ കിട്ടി. നമ്മൾ ഇതിനെ 3, 4, 5 എന്ന് പേര് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുക. എന്നിട്ട് x1 x2 എന്നുള്ള വാല്യൂസ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ നോക്കൂ, ഞാൻ എന്ത് ചെയ്തു? ഇതിലെ ഫസ്റ്റത്തെ ഇക്വേഷൻ അതേപോലെ അവിടെ എഴുതി. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ അതേപോലെ എഴുതി. നോക്കൂ, ഈ x1 ന്റെ അടുത്തുള്ള നമ്പർ ഇവിടെ 1 ആണല്ലോ. ഒന്നുമില്ലെങ്കിൽ അവിടെ മീനിങ് എന്താണ്? അവിടെ 1 ആണെന്നാണ്. ഇവിടെ ഒന്നുമില്ലെങ്കിൽ മൈനസ് ഉള്ളതുകൊണ്ട് -1 ആണ്. അപ്പൊ രണ്ടിന്റെയും x1 ന്റെ അടുത്തുള്ള കോഎഫിഷ്യന്റ് 1 ആണ്. ഒന്ന് +1 ഉം ഒന്ന് -1 ഉം. ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഇവിടെ രണ്ടും +1 ആണെങ്കിൽ നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യുക. ഓപ്പോസിറ്റ് സൈൻ ആണ്, സെയിം നമ്പർ ആണെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യുക. ഇത് ഓപ്പോസിറ്റ് സൈൻ ഒന്ന് +1 ഒന്ന് -1 ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ എഴുതി നമ്മൾ ആഡ് ചെയ്യുക. അപ്പൊ നോക്കൂ, x1 -x1 ആഡ് ചെയ്യുമ്പോൾ അത് 0 ആയി പോകും. പിന്നെ -2x2 + 3x2, ഇവിടെ -2 + 3 ആഡ് ചെയ്താൽ +1 എന്നാ കിട്ടുക. അപ്പൊ +1x2 എന്ന് പറയുമ്പോൾ +x2. പിന്നെ -1 ഉം 4 ആഡ് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും. എന്ന് പറയുമ്പോൾ -1 + 4 എന്ന് പറയുമ്പോൾ 4 - 1 ആണ്, 3 എന്ന് കിട്ടും. അപ്പൊ x2 ന്റെ വാല്യൂ എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. ഈ കിട്ടിയ വാല്യൂ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കൂ, ഞാൻ എന്ത് ചെയ്തു? ഇതിലെ ഫസ്റ്റത്തെ ഇക്വേഷനിൽ ഓക്കെ x2 ന്റെ വാല്യൂ 3 എന്ന് കൊടുത്തു. ഇവിടെ ഞാൻ 3 എന്ന് കൊടുത്തു. അപ്പൊ x1 - 2 × 3 = -1. x1 - 2 × 3 = -1. ഓക്കെ, അപ്പൊ നോക്കൂ, 2 × 3 എന്ന് പറയുമ്പോൾ അത് 6 ആണ്. തൊട്ടടുത്ത സ്റ്റെപ്പിൽ ഈ -5 എന്ത് ചെയ്യും? -6 എന്ത് ചെയ്യും? റൈറ്റ് സൈഡിലേക്ക് പോകും. അപ്പൊ x1 എന്താവും? x1 = റൈറ്റ് സൈഡിൽ -1 ഉണ്ട്. ഈ -6 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ +6 ആവും. നോക്കൂ, ഇത് 6 - 1 എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് 5 ആണ്. അപ്പൊ x1 നമുക്ക് എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. x2 നമുക്ക് എന്ത് കിട്ടി? 3 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ x1 x2 എന്നുള്ള കോളം മാട്രിക്സ് ആക്കി എഴുതി കഴിഞ്ഞാൽ x1 x2 എന്താണ്? x1 5 ആണ്, x2 എന്താണ്? 3 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ x1 x2 കിട്ടി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ x1 x2 എന്നുള്ള പെയർ ഏതാണ്? x1 x2 എന്നുള്ള പോയിന്റ്, ആ പോയിന്റ് ഏതാണ്? 5, 3 ആണ്.
അപ്പോൾ 5 3നെ ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യും? 5 3ന്റെ ഇമേജ് ആയിരിക്കും എന്ത്? -1 4 9 എന്ന് പറയുമ്പോൾ ഈ x1 x2ന് 5 3 നിങ്ങൾ കൊടുത്തു നോക്കി കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? -1 4 9 എന്നുള്ള പോയിന്റ് R3 ൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ.